ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. തൃശൂർ പൊങ്കുന്നം റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ ഒരാളെ കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷൻ 200 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തൃശൂർ ഭാഗത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന റെയിൽവേ ട്രാക്കിൽ പൂങ്കുന്നത്ത് വെച്ച് ട്രെയിനിന് മുമ്പിൽ ആളു ചാടിയതിനെ തുടർന്ന് പാലക്കാട് എറണാകുളം മെമ്മോ പൂങ്കുന്നത്തിന് സമീപം നിർത്തിയിടേണ്ടി വന്നു. തുടർന്ന് അടുത്തിറങ്ങേണ്ട യാത്രക്കാർ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയും ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ ഏകദേശം 9 മണിക്കാണ് അപകടം നടന്നത്. ഇതിനെ തുടർന്നാണ് മറ്റു ട്രാക്കിൽ പോയിരുന്ന മെമ്മോ പൂങ്കുന്നത്ത് നിർത്തിയിടേണ്ട അവസ്ഥയുണ്ടായത്. തുടർന്ന് 9:30 മെമ്മോ ട്രെയിൻ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. ട്രെയിനിന്റെ മുന്നിൽപ്പെട്ട ആളെ പറ്റി വിവരം ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് CCV. ഈ ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. മീറ്റ്ന തടയണക്കരികിൽ മത്സ്യബന്ധനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് സംഘങ്ങളുമാണ് തിരച്ചിൽ തുടരുന്നത്. പാലപ്പുറം പാറയ്ക്കൽ വീട്ടിൽ 58 വയസ്സുള്ള യൂസഫിനെയാണ് കാണാതായത്. യൂസഫ് ഒഴുക്കിൽപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ ലഭ്യമായി. ഇന്നലെ രാവിലെ 10 മണിയോടെ മീറ്റ്ന തടയണയ്ക്ക് സമീപത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനിടെയാണ് ചുനങ്ങാട്ട് താമസിക്കുന്ന പാലപ്പുറം പാറയ്ക്കൽ വീട്ടിൽ 58-കാരനായ യൂസഫ് ഒഴുക്കിൽപ്പെട്ടത്. വലയെറിഞ്ഞപ്പോൾ കാൽ വഴുതി പുഴയിൽ അകപ്പെട്ടതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. വിവരമറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയ ഷൊർണൂർ ഫയർഫോഴ്സ് വൈകിട്ട് വരെ നടത്തിയ തിരച്ചിൽ നേരമിരട്ടിയപ്പോൾ അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചു. മായന്നൂർ പാലത്തിന് സമീപ പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു രാവിലെ തിരച്ചിൽ നടന്നത്. സ്റ്റേഷൻ ഓഫീസർ KA ഗോവിന്ദൻകുട്ടി, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഫയർഫോഴ്സ് അംഗങ്ങളും സിവിൽ ഡിഫൻസ് അംഗങ്ങളുമാണ് തിരച്ചിൽ നടത്തുന്നത്. നിലവിൽ 8 പേരടങ്ങിയ ഒരു സംഘമാണ് പുഴയിൽ ഇറങ്ങിത്തിരിയുന്നത്. തിരച്ചിൽ സംഘങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അല്പം കൂടി കാര്യക്ഷമമാക്കണമെന്ന് ഒഴുക്കിൽപ്പെട്ട യൂസഫിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു. നമ്മുടെ ജ്യേഷ്ഠനാണ് അതുപോലെ പുഴയിൽ മീൻ പിടിക്കാൻ മത്സ്യബന്ധനത്തിൽ പോയിട്ട് അതുപോലെ ഇന്നലെ 10 മണിയാകുമ്പോൾ പെട്ട്. അപ്പോൾ അതിനെ കണ്ടുകിട്ടാൻ വേണ്ടി ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇനി കുറച്ചും കൂടി ആൾക്കാരും കൂടി ഒന്ന് തിരച്ചിലൊന്ന് സഹായിച്ചു തന്നാൽ ഒത്തിരി ഉപകാരമായിട്ടുണ്ടാവും. ന്യൂസ് ഡെസ്ക് CCV.